ഫിറ്റ്നസ് മിസ്റ്റേക്കുകളെ പറ്റിയാണ്. അപ്പോൾ ആ മിസ്റ്റേക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പോയിന്റ് നമ്പർ 1, കാർഡിയോ മാത്രം ചെയ്യുന്നത്. പൊതുവേ സ്ത്രീകൾക്ക് ഒരു തെറ്റായ ധാരണയുണ്ട്, കാർഡിയോ മാത്രമാണ് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് നല്ലത്. കാർഡിയോ ചെയ്യുമ്പോൾ അവർ മെലിഞ്ഞു വരും, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ട്രെയിനിങ്ങോ ഒക്കെ ചെയ്യുമ്പോൾ അവർ ആണുങ്ങളുടേതുപോലെ ബൾക്കി ആവുന്നു. അത് വളരെ തെറ്റായ ധാരണയാണ്. നിങ്ങൾ കാർഡിയോ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ വെയിറ്റ് ലിഫ്റ്റിങ്ങും ചെയ്യണം. അപ്പോൾ അത് നിങ്ങളുടെ ബോഡി കൂടുതൽ ടോൺ ചെയ്യാനും ഒരു ലീൻ മസിൽ മാസ് ഗെയിൻ ചെയ്യാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി പോയിന്റ് നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ കലോറി ഡയറ്റ് നോക്കുന്നത്. ലോ കലോറി ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നമ്മൾ കാണാറുണ്ട്. എന്താ പറയുക, 10 ദിവസം കൊണ്ട് 10 കിലോ കുറയ്ക്കും, 1 മാസം കൊണ്ട് 15 കിലോ കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് ആലോചിക്കുക. അതൊക്കെ പ്രാക്ടിക്കലാണോ? ചിലപ്പോൾ നിങ്ങൾ കുറയായിരിക്കും, 1 മാസം അവർ പറയുന്ന ഡയറ്റ് നോക്കി നിങ്ങൾ കുറയായിരിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ റുട്ടീനിലോട്ട് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ആ കുറഞ്ഞ വെയിറ്റ് ഗെയിൻ ചെയ്യും. അങ്ങനെ എളുപ്പത്തിൽ കുറയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാവരും ഒരു 10 ദിവസം കഷ്ടപ്പെട്ട് 15 കിലോ 30 കിലോ ഒക്കെ കുറച്ചിരിക്കത്തില്ലേ? അതധികം പ്രാക്ടിക്കലല്ല. ഫുഡ് കഴിച്ച് തന്നെ വേണം വണ്ണം കുറയ്ക്കാൻ. ഒരു ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്, ആവശ്യത്തിന് പ്രോട്ടീൻ, ആവശ്യത്തിന് ഫാറ്റ്, അത് ഒരു നിശ്ചിതമായ അളവിൽ കഴിച്ച് അതിന് ഒത്തിരി ആപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ലൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എത്ര കാർബോഹൈഡ്രേറ്റ് കഴിക്കണം, എത്ര പ്രോട്ടീൻ കഴിക്കണം, എത്ര ഫാറ്റ് കഴിക്കണം എന്നൊക്കെ. പിന്നെ ഒരു 1200 കാലറീസിനുള്ളിലുള്ള അതിന് താഴോട്ടുള്ള ഡയറ്റ് നിങ്ങൾ നോക്കരുത്. നമ്മുടെ ബോഡിക്ക് ഒരു നോർമൽ ഡേയുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് 1200 കാലറീസ് വേണം. അതിന് കുറവ് കാലറീസുള്ള ഡയറ്റ് നിങ്ങൾ നോക്കരുത്. അങ്ങനെ നോക്കി നിങ്ങൾ വണ്ണം കുറച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും എന്താ പറയുക, ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് പനി വരും, അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഒത്തിരി ഡിപ്രഷനാവും. അതത്ര നല്ല വേ അല്ല, ഒരു സേഫ് ആയിട്ടുള്ള വേ അല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ പോയി കൺസൾട്ട് ചെയ്തിട്ട് ചെന്ന് ചോദിക്കാം, അവർ പറഞ്ഞു തരും ഇങ്ങനെയാണ് കഴിക്കേണ്ടത്, എത്ര ഫുഡ് കഴിക്കണം, എല്ലാ അളവും പറഞ്ഞു തരും. അല്ലാതെ നിങ്ങൾ ചുമ്മാ ചില ഫാൻസി ഡയറ്റുകളൊക്കെ ഫോളോ ചെയ്ത് വണ്ണം കുറയ്ക്കുന്നത് ഒട്ടും സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷനല്ല. പിന്നെ പോയിന്റ് നമ്പർ 3, സെയിം എക്സസൈസ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സസൈസ് റൂട്ടീൻ ഉണ്ടായി കാണും. നമ്മൾ അതിലൊരു കംഫർട്ടബിൾ സോണിൽ എത്തിക്കഴിഞ്ഞാൽ എന്നും അതേ സെറ്റ് ഓഫ് എക്സസൈസ് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡി അതിന് യൂസ്ഡ് ആവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ സുംബ, കിക്ക് ബോക്സിങ്, അങ്ങനെയൊക്കെ പല എക്സസൈസുകൾ ചെയ്യാൻ ഓപ്ഷൻസ് ഉള്ള ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്നും ജിമ്മിൽ തന്നെ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എക്സസൈസിൻ്റെ റെപ്പിറ്റീഷൻസ് കൂട്ടുക, സെറ്റ് കൂട്ടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. സെയിം എക്സസൈസിന് ഡെയിലി റിപ്പീറ്റ് ചെയ്യാതെ ഇരിക്കുക. പിന്നെ 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളെ തന്നെ പുഷ് ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ ജിമ്മിൽ പോയപ്പോൾ ഏത് എക്സസൈസാണോ സ്റ്റാർട്ട് ചെയ്തത് അത് തന്നെ ഇപ്പോഴും ഒന്ന് കണ്ടിന്യൂ ചെയ്യുക. എപ്പോഴും നമ്മൾ ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് ചിന്തിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ 5 കിലോൻ്റെ ഡംബിൾസ് വെച്ചാണ് തുടങ്ങിയതെങ്കിൽ പിന്നെ നിങ്ങളത് ചെയ്യുമ്പോൾ അത് ഒരു 6 കിലോൻ്റെ ആക്കാം. പിന്നെ നിങ്ങൾക്കിപ്പോൾ 6 കിലോൻ്റെ എക്സസൈസ് ഡംബിൾസ് വെച്ച് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒരു 3 കിലോൻ്റെ വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാതെ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്ത് മാക്സിമം വെയിറ്റ്സ് എടുത്ത്, പിന്നെ ഇപ്പോൾ ട്രെഡ്മില്ലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും നടക്കാതെ ഓടാൻ ശ്രമിക്കുക. അങ്ങനെ എപ്പോഴും ഒരു സ്റ്റെപ്പ് ബിഹൈൻഡ് നിങ്ങൾ നിങ്ങളെ തന്നെ പുഷ് ചെയ്ത് നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുക്കാൻ ശ്രമിക്കണം. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് 1 മാസം ഡയറ്റ് ചെയ്തപ്പോൾ 10 കിലോ കുറഞ്ഞെന്ന് വിചാരിക്കാം. പക്ഷെ അത് തന്നെ നിങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ച് അത് മാറും. ഓരോരുത്തരുടെ ബോഡിയിലെ മെറ്റബോളിക്കിൻ്റെ റേറ്റ് അനുസരിച്ച് അത് മാറും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്യുക. അല്ലാതെ ഞാൻ 1 മാസം കൊണ്ട് 10 കിലോ എന്ന് കുറയ്ക്കും എന്ന് വിചാരിച്ചിട്ട് അത് കുറയ്ക്കാൻ പറ്റാതെ വന്ന് പിന്നെ നിങ്ങളത് ജിമ്മിൽ പോകാത്തൊരവസ്ഥയിലോട്ട് എത്തരുത്. എപ്പോഴും നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക, റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസും ചെയ്യുക. അപ്പോൾ എല്ലാം വർക്കൗട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ത്രീകൾ വരുത്തുന്ന 5 കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ മിസ്റ്റേക്സിൽ ഏതെങ്കിലുമൊക്കെ വരുത്താറുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമ്മൾ അതിനെന്തെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ടൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് മൂവ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുക, ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. താങ്ക് യു.